നമസ്കാരം സർ. ഞാൻ മിനിസ്റ്ററോടാണ്. സാറും സാറിൻ്റെ വകുപ്പും വ്യവസായ വകുപ്പും ഞങ്ങളെപ്പോലത്തെ യങ് ഓൺട്രപ്രണേഴ്സിന് വലിയ സപ്പോർട്ടാണ് നൽകി വരുന്നത്. അതിലുപരി നമ്മുടെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു നല്ല സ്വഭാവം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഒരു എനർജി ലഭിക്കൂ എന്നുള്ളതാണ്. അതിന് സാറുടെ പ്രസംഗത്തിൽ തന്നെ ഫൈൻ ഏർപ്പെടുത്തി എന്നുള്ളതും വിളിച്ചു വരുത്തും ചോദ്യം ചെയ്യുമെന്നുള്ളതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. അതിലുപരി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, ഇന്നലെ ഇവിടെ മർക്കസിൽ തന്നെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. 96 മുതൽ ഇന്നേ വരേക്കും 7000-ഓളം പേര് മർക്കസിൽ പഠിച്ചവരും അഭ്യുദയകാംക്ഷികളും ഹൈന്ദവ സുഹൃത്തുക്കളടക്കമുള്ള 7000 പേര് ഇവിടുന്ന് ഒരേ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കുറച്ച് പേരുടെ ഒരു മീറ്റിംഗാണ് ഇന്നലെ മർക്കസിൽ നടന്നത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് നല്ല ഓൺട്രപ്രണേഴ്സാണ്. ലക്ഷങ്ങളും കോടികളും മാസത്തിൽ ടാക്സ് അടക്കുന്ന, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് നല്ല താങ്ങാവുന്ന ഒട്ടനവധി വ്യവസായങ്ങൾ നടത്തുന്നവർ അതിലുണ്ടായിരുന്നു. ഞങ്ങൾ കൂടി ഇരുന്നിട്ടുള്ള ചെറിയ ഒരു ചർച്ചയിലൂടെ, ഒരു അനൗദ്യോഗിക ചർച്ചയാണ്, അതിലൂടെ ഉയർത്തിയിരുന്ന ഒരു ആശങ്ക സാറുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആ മനോഭാവം മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് ആ ഒരു സംഗതിയും സാറ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ആ ഒരു അസൂയാവഹമായിട്ടുള്ള ചില കംപ്ലൈൻറ്റുകൾ അങ്ങനെ വരുമ്പോൾ അത് തെളിവില്ലാതെ വീണ്ടും വീണ്ടും ഒന്നൊന്നായിട്ട് അവരെ ക്രോശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓൺട്രപ്രണേഴ്സിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു മനോഭാവം മാറ്റാൻ എന്ത് അവയർനെസ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമമോ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയമായിട്ടുള്ള ചോദ്യം സർ. നല്ല ചോദ്യമാണ്. നമ്മളിപ്പോൾ എല്ലാ വകുപ്പിലും മാറ്റങ്ങളുണ്ട്. എല്ലാം ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സമൂഹത്തിൽ രാഷ്ട്രീയമാകാം, സംഘടനകളാകാം, മതവിഭാഗങ്ങളാകാം, മതസംഘടനകളാകാം, എല്ലാത്തിലും ചെറിയ കുറവുള്ളവരും കുഴപ്പമുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാത്തിലും എല്ലാ മനുഷ്യരും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനാക്കിയിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. അത് വ്യവസായ വകുപ്പിൻ്റെ മാത്രമല്ല, എല്ലാ വകുപ്പിൻ്റെയും പ്രവർത്തനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഫ്രം ദി ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി. നമ്മൾ റിഫോംസ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ 90+ ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ടോപ്പ് അച്ചീവർ കാറ്റഗറി. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഇൻവെസ്റ്ററോട് ചോദിക്കുമ്പോൾ പറയണം. അതെല്ലാ വകുപ്പിനും ആ അംഗീകാരം കിട്ടിയുകൊണ്ടാണ് നമ്മൾ ഒന്നാമതെത്തിയത്. ഇപ്പോൾ 2ാം തവണയും നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു എന്നതിൽ ഈ വകുപ്പുകളിലെല്ലാം കൂട്ടായ സംഭാവനയുണ്ട്. അങ്ങ് ചോദിച്ച ഒരു പ്രശ്നം, ഈ ഇൻസ്പെക്ഷൻ വരുന്നു പ്രശ്നങ്ങൾ, ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, സേവനാവകാശ നിയമം. പിന്നെ നമ്മൾക്ക് KSIS ഉണ്ട്, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം. ഏത് ഇൻസ്പെക്ഷനും സോഫ്റ്റ്വെയറാണ് ഡ്രിവൺ ഇൻസ്പെക്ഷൻസാണ്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം റിപ്പോർട്ട്, ഇൻവെസ്റ്റർക്ക് കൊടുക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ പല ഡിഗ്രി കിട്ടിയതുപോലെ തന്നെ ഈ പരാതി കൊടുക്കുമ്പോൾ PhD നേടിയിട്ടുള്ള ആളുകളുണ്ട്. അവർ പരാതികളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സിസ്റ്റം തന്നെ പറയും. ഇപ്പോൾ ചിലരുണ്ട്, അത് പുതുക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുമല്ലോ എന്ന് കരുതിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ഇപ്പോൾ മിക്കവാറും വകുപ്പുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇന്ന ഏരിയയിൽ ആര് ആണ് ഇൻസ്പെക്ഷൻ പോകേണ്ടതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ ഒരു X പോകാമെന്ന് പറയും, മറ്റേ ആൾ Y നോക്കിയിരിക്കുകയായിരിക്കും, പോകുമ്പോൾ സഹായിക്കാനോ ദ്രോഹിക്കാനോ. ഇപ്പോൾ അത് പറ്റില്ല. ഒരു പരാതി വരികയാണ്, ഇവിടെ പൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ പരിശോധിക്കേണ്ടി വരും. പരിശോധിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ പരാതി അബ്ദുള്ളയുടെ ആണെങ്കിൽ 2ാമത്തെ ഒരു ആഴ്ച കഴിയുമ്പോൾ ജോസഫിൻ്റെ പരാതി വരാണ്, ഇതേ കാര്യം പറഞ്ഞു. അപ്പോൾ സിസ്റ്റം പറയും സെയിം കംപ്ലയിൻറ്റ് പരിശോധിച്ചാണ് വിത്തിൻ 6 months, വീണ്ടും പോകേണ്ടതില്ല. അതിപ്പോൾ നമ്മൾ ഒരു സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. അതും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റായിട്ടാണ് സംരംഭക സംഘടനകളും കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ITI വിദ്യാർത്ഥി മുഹമ്മദ് കുലാം. ഹായ് സർ, ഞാനിവിടെ മർക്കസിൽ പഠിച്ചായിരുന്നു, അലുമിനി മെമ്പറാണ്. എൻ്റെ ചോദ്യത്തിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന ഇൻഫോർമേഷൻ അധികം ആൾക്കാർക്കും പുതിയതാവും.
സാറ് ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ഏകദേശം 1.18 ലക്ഷം കോടിയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുപോലെ ഒരു വർഷം മുമ്പ് ഇൻവെസ്റ്റ് കേരള എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഏകദേശം 1.52 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാഗ്ദാനം ചെയ്യുകയും അത് ഈ വർഷം 25% കൺസ്ട്രക്ഷൻ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു സക്സസ് ആണ്. പക്ഷേ ഇവിടെ വരുന്ന ചെറിയ ഓൺട്രപ്രണേഴ്സ്, അതായത് ചെറിയ ചെറിയ ബിസിനസ്സും ചെറിയ ചെറിയ ആശയങ്ങളുമുള്ള ആൾക്കാർ മോസ്റ്റ് പ്രോബബ്ലി ഫെയിലിയർ ആയി പോവുകയാണ് ചെയ്യാറുണ്ടാവുക. ഇവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു 5 വർഷം കൂടി ഭരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഈ സെയിം പൊസിഷൻ സാറിന് തരികയാണെങ്കിൽ, വാട്ട് ഈസ് ദ ബെനിഫിഷ്യൽ സൈഡ് ഫോർ യങ് ഓൺട്രപ്രണേഴ്സ് കമ്മിങ് ഫ്രം കേരള? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ഈ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലാണ്. അതിൻ്റെ എൻജിൻ ഓയിലുണ്ടോ, ടയർ ക്ലിയർ ആണോ, മറ്റ് കാര്യങ്ങളൊന്നും നോക്കേണ്ടി വന്നില്ല. ന്യൂട്രൽ നിന്ന് പതുക്കെ എടുത്ത് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഗിയറിലാണ്. ഇപ്പോൾ അത് ഒരു 4th ഗിയറിലേക്ക് എത്തി. ചില ഗിയർ ഞാൻ നേരത്തെ ഒന്ന് മാറിയിട്ടുണ്ട്. സാധാരണ ഒന്നേക്കാൾ മുമ്പ് ആക്സിലേറ്ററൊക്കെ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ 26-ൽ ഈ ഗവൺമെൻറ്റിൻ്റെ 5 വർഷം കാലാവധി പൂർത്തീകരിക്കുമ്പോൾ വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതാകുമെന്നാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 22-23 തന്നെ നമ്മൾ ഒന്നാമതായി. ഒത്തിരി നേരത്തെ അത് മാറ്റി. പക്ഷേ ഇനി ഇത് ജനങ്ങളെ തീരുമാനിക്കേണ്ട, ഇത് 5th ഗിയറിലേക്ക് പോകണോ അതോ ന്യൂട്രലിലിട്ട് വീണ്ടും ടയർ പഞ്ചറായി സ്പെയർ പാർട്സ് തന്നെ അഴിച്ചെടുത്ത് പോകണോ ആളുകളുണ്ടാവുമോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നന്നായി പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന മാറ്റമുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. ഇതേപോലെ പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഒരു 15 വർഷത്തിനുള്ളിൽ കേരളം ലോകത്തിലെ തന്നെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെയും EST ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും പ്രധാന ഡെസ്റ്റിനേഷനായി മാറും. 100% ഞാൻ പറയുക. ഇപ്പോൾ നമ്മുടെ സ്കീം ചെറിയ സംരംഭമാണോ, മിഷൻ 1 lakh ഉണ്ട്. ഒരു 50 ലക്ഷം 60 ലക്ഷം ടേൺ ഓവർ ഉള്ളതാണെങ്കിൽ നമുക്ക് 1 ലക്ഷം 1 കോടിയാക്കാം. ഞങ്ങൾ കൂടി സഹായിക്കാം. 1 ലക്ഷം ചെറിയ സംരംഭം 1 കോടി. മിഷൻ 1000 100 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് 60 കോടിയുണ്ട്, 70 കോടിയുണ്ട്, അല്ലെങ്കിൽ 120 ആണ്, 150 ആക്കാം. ഒരു ആവറേജ് 100 crores. അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മൾ സഹായിക്കും. നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അതിന് കുറച്ചുകൂടി ലോൺ എടുക്കണം. 50%, 50 ലക്ഷം വരെ നമ്മൾ ഗവൺമെൻറ് നൽകും. അതേപോലെ തന്നെ മോഡേണൈസേഷൻ 2 കോടി രൂപ വരെ നൽകും. അപ്പോൾ 1000 സംരംഭം 100 കോടി 1 ലക്ഷം കോടി ടേൺ ഓവർ. നമ്മുടെ സമ്പദ്ഘടന വളരെ ചലിക്കും. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് 40 പാർക്കുകൾക്ക് അനുമതി കൊടുത്തു. 40 എണ്ണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പാലക്കാട് സ്ത്രീകളുടെ ഒരു വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ പാർക്കിന് കല്ലിടാൻ പോയപ്പോൾ അതിൻ്റെ പ്രൊമോട്ടർ പറഞ്ഞു, സാർ അങ്ങ് പറഞ്ഞ വാക്കൊക്കെ പാലിക്കണം, ഞങ്ങൾ ഇത്രയും പണം മുടക്കാണ്, ഇതിന് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് നൽകണം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് നൽകണം. ഇത് രണ്ടും മന്ത്രി പറഞ്ഞ വാക്ക് മാത്രം വിശ്വസിച്ചിട്ടാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഉദ്ഘാടനത്തിന് മുമ്പ് ഇതിൻ്റെ കല്ലിടുന്നതിന് മുമ്പ് ഇത് 2 നോട്ടിഫിക്കേഷൻ നിങ്ങൾ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. 2 ഗസറ്റ് നോട്ടിഫിക്കേഷനും കല്ലിടുന്നതിന് മുമ്പ് അവർക്ക് കൈമാറി. ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നതും സിംഗിൾ വിൻഡോ ക്ലിയറൻസും. ഇപ്പോൾ 10 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, അനുമതി കിട്ടിയിട്ടുണ്ട്, പ്രവർത്തനം തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു മാറ്റം നമുക്ക്, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് വേഗതയിൽ പോകണം. ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അതിനകത്തുള്ള എത്ര പേരുണ്ട് ലിങ്ക്ഡിൻ? എൻ്റെ അപ്ഡേറ്റ്സൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? ലിങ്ക്ഡിനിൽ ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ലിങ്ക്ഡിൻ മെമ്പേഴ്സ് പ്രൊഫഷണലുകൾ അവരുടെ സ്ഥലമൊക്കെ എഴുതുമല്ലോ. ഇപ്പോൾ ഒരാൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾ കേരളത്തിലേക്ക് മാറുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേഷൻ മാത്രം വിശകലനം ചെയ്തിട്ട് അവരുടെ റിപ്പോർട്ട് പറയുന്നത് ജനുവരി മുതൽ ജൂലൈ വരെ മലയാളി പ്രൊഫഷണലുകൾ അവർ ജോലി ചെയ്യുന്നിടത്തുനിന്ന് USA, UK, യൂറോപ്പ്, ഗൾഫ് കൺട്രീസ്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ 40,000 മലയാളി പ്രൊഫഷണലുകൾ അവർ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജോലിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നേരത്തെ മൈഗ്രേഷൻ മാത്രം. ഇപ്പോൾ റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പുതിയ സംരംഭങ്ങൾ. ഞാൻ ആദ്യം എന്നോട് ഫസ്റ്റ് മന്ത്രിയായിരിക്കുന്ന മീറ്റിംഗ് കൊണ്ട് ഇത് വൃദ്ധസദനമാവും ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞു വൃദ്ധസദനം ആക്കാതിരിക്കാൻ നോക്കാം, പക്ഷേ വൃദ്ധസദനവും എന്നെ സംബന്ധിച്ചൊരു ബിസിനസ് കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കല്ലിട്ടത് കൊളംബിയ പസഫിക്
സീനിയർ ലിവിങ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലംബോർഗിനിയാണ്. ലംബോർഗിനി വാഹനം മാത്രമല്ല ഇതുമുണ്ട്. ലോകത്തെവിടെയാണെങ്കിലും മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം ഉണ്ടാവും. അവിടെ വെച്ച് കൈ പിടിക്കുകയാണെങ്കിൽ ഒരു പിടുത്തത്തിൽ അങ്ങനെ കെയർ ഹോമിലോ ഹോസ്പിറ്റലിലോ ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് വിളി വരുന്നത്, ഫാദറിനോട് സുഖമില്ല, വാപ്പയ്ക്ക് സുഖമില്ല. അപ്പോൾ പിടുത്തത്തിന് മുറുക്കുണ്ടാവില്ല. അത് കേരളത്തിലാണെങ്കിൽ വീട്ടിൽ പോയി മരുന്ന് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വന്നിട്ട് സ്നേഹപൂർവ്വം ഈ പ്രായമായ ആളെയും പരിചരിക്കാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് മലയാളികൾ മാത്രമല്ല, അമേരിക്കക്കാർ വന്നോട്ടെ, ജർമ്മൻകാർ വന്നോട്ടെ, ഇൻഷുറൻസ് കമ്പനി കാശ് തന്നോളൂ. ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭമാണ്. ജർമ്മനിയിൽ ഒരു സീനിയർ ഹോം നടത്തുന്നതിനേക്കാൾ പകുതി കാശ് മതി ഒരാൾക്ക് ഇവിടെ നടത്താനായിട്ട്. ഇപ്പോൾ 2 സീനിയർ ഹോം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല പൊട്ടൻഷ്യലുണ്ട്. എല്ലാ മേഖലയിലും ധൈര്യമായി തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി വന്നോളൂ, നമുക്ക് ചിറക് വെച്ച് നൽകാം. താങ്ക് യു സർ. 2 ചോദ്യം കൂടി മിനിസ്റ്ററോട് ചോദിക്കാം. ചോദ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ബഹുമാന്യനായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രോജക്റ്റ് ഡയറക്ടർ സജിത് സാറും നമ്മളോട് ഈ ചോദ്യങ്ങൾക്ക് മറുപടിയിലൂടെ നമ്മൾ പ്രോഗ്രാം മുന്നോട്ട് പോകും. വിത്തിൻ 30 seconds യു ക്യാൻ ആസ്ക് 2 questions. താങ്ക് യു. ബഹുമാനപ്പെട്ട മന്ത്രി സാർ, അങ്ങ് വ്യവസായ മന്ത്രി മാത്രമല്ല നിയമമന്ത്രി കൂടി ആയതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു ചെറിയ കാര്യം ഉണർത്തുന്നത്. ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടി തീരാനുള്ളൊരു സംഗതി കൂടിയാണ് ഞാൻ ഈ ഉണർത്തുന്നത്. ഇപ്പം എൻ്റെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ചെറിയൊരു കാര്യം ഇതിലുണ്ട്. ഇപ്പം ഉംറക്കോ ഹജ്ജിനോ മറ്റൊക്കെ പോകുമ്പോൾ പാസ്പോർട്ടിലെ ചെറിയൊരു തെറ്റ്, ഉദാഹരണം ഇപ്പം എൻ്റെ തന്നെ അറിയാൻ 4 ദിവസത്തെ ഡിഫറൻറ്റ് വന്നപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ വന്നപ്പോൾ പറയുന്നത് എന്താ, ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ഓക്കെ, ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു നോക്കുമ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഗസറ്റഡ് ആൾ ഒപ്പിട്ട് അങ്ങനെയൊക്കെ തന്നതിന് ശേഷം പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നാണോ ജനിച്ചത് അതിൻ്റെ 18 വർഷം മുമ്പ് ജനിച്ച ഒരു പൗരനായി നിൽക്കുന്ന ആളുടെ 1 or 2 ആൾ, ചിലപ്പോൾ 4 ആൾ, അങ്ങനെ പറഞ്ഞു. ഒരുപക്ഷെ 2 ആളല്ലേ 4 ആൾ, ആ ആൾ കൂടി സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരുപാട് ആളുണ്ട്. എൻ്റെ വാഴക്കാട് പഞ്ചായത്ത് തന്നെ, ഞാൻ വാഴക്കാട് പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് അബ്ദുൽ ഖാലിഖ്. ഒരുപാട് ആളുകൾ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സാറ് വ്യവസായ നിയമമന്ത്രി കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത്. അപ്പോൾ ഇതിന് എത്രയും ഒരു പരിഹാരം കണ്ടാൽ വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ അങ്ങനെ വരുമ്പോൾ ഒരു 90 വയസ്സായ ഒരാളെ 4 ആളെ 3 ആളെ തിരഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയാൽ തന്നെ അവരെ കൊണ്ടുപോയി അവരെ ഹാജരാക്കാനോ സാധിക്കാത്തൊരു പരിസ്ഥിതിയിലുള്ളത്. എന്തെങ്കിലും ഒരു സാറിന് ശ്രദ്ധയിൽ ഇത് പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് വളരെ നന്ദി സാർ. താങ്ക് യു. എന്ത് നോക്കാം, അങ്ങനെ ഒരു ചട്ടമോ നിയമമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളൊരു പ്രായമായ ആളുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ, ഏതെങ്കിലും ഡോക്യുമെൻ്റ് വേണമെന്നുള്ളൂ, സർട്ടിഫൈഡ് ഡോക്യുമെൻ്റ് മതി. ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പള്ളികളിലെ സർട്ടിഫിക്കറ്റ്, മാമോദിസ മുക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളൂ, അവർക്ക് അത്തരം ചിലതുണ്ടായെന്ന് വരില്ല. ബാക്കി എല്ലാവർക്കും ആ സ്ഥാപനങ്ങളിലെ ഡോക്യുമെൻ്റ് വെച്ചും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്തത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത് സ്പെസിഫിക് കേസ് എന്താണെന്ന് നോക്കാം, എൻ്റെ ശ്രദ്ധയിലില്ല. എന്തായാലും കേരളത്തിൽ അങ്ങനെ നിയമമില്ല. Any question? Yeah. Hello. Hi, sir. First thing, I wanted to congratulate you and your entire team for providing all the kind of infrastructure and also a kind of environment for we people to come and sit here. This was not the scenario before 5 years, and I'm sure if you are not in this particular position, we might not be having a chance also. Okay. സോ ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മാറി. വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതിന് എന്തായാലും അഭിനന്ദിച്ച് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഒരു 2 വർഷം മുമ്പേ അല്ലെ ഈവൻ ഒരു 2-3 വർഷം മുമ്പ് പോലും ഒരു കമ്പനി എന്നുള്ള പ്രപ്പോസലിലേക്ക് അല്ലെ ഒരു ആശയം മനസ്സിലുണ്ടായപ്പോൾ നമുക്കത് ചെയ്യാം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് മാത്രമായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത്. വീണ്ടും എന്താണ് ഓക്കെ, സർക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോലും ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈൻഡ് ഓഫ് എ PR ആക്ടിവിറ്റി എന്ന് വിചാരിച്ചു ഈവൻ 1 വർഷം അല്ലെ ഒരു 1.5 വർഷം കൂടി അങ്ങനെ പോയി. പിന്നെ സാർ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഇപ്പം ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം, സോ ലെറ്റ്സ് പ്ലാൻ ഫോർ ദി പ്രോജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു.
അപ്പോൾ അഗൈൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ക്രൈസിസാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾ. അപ്പോൾ ഈ ഒരു നമ്മളെ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഇപ്പം ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റിലെ ക്രൈസിസ് കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് അഗെയിൻ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് എന്ന് പറയാൻ കാരണം ലാൻഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലത്തും അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കോസ്റ്റ് പെർ ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യുമ്പം ഹൈലി പെയ്ഡ് ചെയ്യേണ്ട ഒരു സിനാരിയോയിൽ നമ്മളൊരു പ്രൊജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പറ്റുക. ലൈക്ക് എ മൾട്ടി റവന്യൂ ജനറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റി ഒരു ഫാക്ടറി കൺസെപ്റ്റിനെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റി ചിന്തിക്കാൻ പറ്റുന്നൊരു പ്രപ്പോസലായിരിക്കും. ലെറ്റ്സ് A+B എന്നുള്ള ഒരു കോമ്പിനേഷനിൽ വന്നിട്ട് മാത്രമേ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒന്ന് ഈ എന്താ പറയുക നമ്മളെ ഈ കിൻഫ്ര പോലെയുള്ള മേഖലകളിൽ മാത്രം പോയിരുന്നിട്ട് വർക്ക് ചെയ്യുന്നതിന് മേ ബി നമുക്ക് എല്ലാവർക്കും എല്ലാ ഓപ്പറേഷൻസും അല്ലെ എല്ലാ കൈൻഡ് ഓഫ് പ്രൊജക്ട്സും അത് സ്യൂട്ടബിളായി തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള നാടുകളിൽ അല്ലെങ്കിൽ ഇപ്പം സെമി റൂറൽ ഏരിയാസിൽ നമുക്ക് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. അതായത് ലോക്കൽ ഇപ്പം കുന്ദമംഗലം കൊടുവള്ളി ഇവിടെ നിന്ന് ലോക്കലായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് പ്രൊജക്റ്റ് വരുന്നില്ല. എന്നാൽ ഇത് കിൻഫ്ര പോലുള്ള ഉള്ളുകളിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ നാടുകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ജനങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് പോകുന്ന ടൗൺ ബേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ എന്താ പറയുക പൊല്യൂഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇഷ്യൂസ് ഇല്ലാത്ത പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ടൗണുകളിലേക്ക് കൊണ്ടുവന്നിടാം. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനത്തെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിടാന്നുള്ള. ഓക്കെ ഫൈൻ. ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു ദിവസം മഞ്ചേശ്വരം അനന്തപുരം എസ്റ്റേറ്റിൽ 2023 ഒരു ദിവസം 7 കമ്പനി ഉദ്ഘാടനം ചെയ്തു, 6 കമ്പനി കല്ലിട്ടു. 2024 കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും 13 കമ്പനികൾ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഒരു ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ 50% നിങ്ങൾക്ക് സംരംഭം നടത്താം. നേരത്തെ ലൈസൻസ് കിട്ടില്ലായിരുന്നു. റെസിഡൻഷ്യൽ ഏരിയ അവരവരുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ 3-4 സ്ത്രീകളുണ്ടെന്ന് കരുതുക, ഡിഗ്രി കഴിഞ്ഞവർ 4 കമ്പ്യൂട്ടറോട് ഇട്ടോട്ടെ. അവരുടെ വർക്ക് ലോകത്തു നിന്ന് വർക്ക് നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ വിജ്ഞാന കേരളം മിഷൻ ഉണ്ട്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന വീടുണ്ട്. ഇപ്പോൾ ഗൾഫിലുള്ള ഒരാളാണ്, ഒരു 4 മുറി ഉള്ള വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, വാടകയ്ക്ക് കൊടുക്കാൻ ധൈര്യമില്ല. വേണ്ട, നിങ്ങളവിടെ സംരംഭം നടത്തിക്കോളൂ. ഒരു 10 തയ്യൽ മെഷീൻ ഇട്ടോ, അവിടെ ഉൽപ്പാദനം നടത്തിക്കോളൂ. അല്ലെങ്കിൽ അടുത്തൊരു ഇലക്ട്രോണിക്സ് കമ്പനി ഉണ്ട്, ചെറിയ കമ്പോണൻ്റ് അവിടെ നിന്ന് കൊടുത്തോളൂ, അവന് ലൈസൻസ് കൊടുക്കും. വീട്ടിൽ തന്നെ നമ്മളെല്ലാവരുടെ വീട് 3000 സ്ക്വയർ ഫീറ്റ് 2500 സ്ക്വയർ ഫീറ്റൊക്കെ വീടുള്ള വീട്, താമസം വളരെ സന്തോഷകരമായിരിക്കും. ഇത് കഴിഞ്ഞ് തൂത്ത് കൊടുത്ത് വയ്ക്കണ്ടേ? ഒരു 700-800 സ്ക്വയർ ഫീറ്റേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി സ്ഥലം ഐഡിയലായിട്ട് കിടക്കുക. ഇപ്പോൾ ആ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ മാത്രമല്ല ഗ്രാമത്തിൻ്റെ വീടിൽ വരെ സംരംഭം നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ കേരളം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. തൻവീർ സർ മൈൻഡ്. ഇത് കൂടാതെ വർക്ക് നിയർ ഹോം 200 വർക്ക് നിയർ ഹോമാണ്. ഇപ്പോൾ സ്വാഹ കോർപ്പറേഷൻ കൊട്ടാരക്കരയിലാണ് അവിടെ സംവിധാനം തുടങ്ങി. അതുപോലെ തന്നെ കൊച്ചി മെട്രോ സ്റ്റേഷനോട് ചേർന്നൊരു 7 നില കെട്ടിടമുണ്ട്. സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ നിന്ന് മെട്രോ ഫീഡർ ബസ്സിൽ കയറുക, മെട്രോ കയറുക, ഇറങ്ങുക, നേരെ ഈ വർക്ക് നിയർ ഹോമിൽ പോവുക. ഗ്രാമങ്ങളിൽ വർക്ക് നിയർ ഹോം. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ST ഉന്നതി പോലെ സംവിധാനമുണ്ട്, കളമശ്ശേരി ആണെങ്കിൽ പോലും. അവിടെ ഇപ്പോൾ നമ്മൾ വർക്ക് നിയർ ഹോം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആളുകൾക്ക് വന്ന് പ്രവർത്തിക്കാൻ ചെറിയ ഇത് തന്നെ. അപ്പോൾ അത്തരം സംവിധാനങ്ങളുണ്ട്. 200 വർക്ക് നിയർ ഹോമാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി സമയം കഴിഞ്ഞുകൊണ്ട് അങ്ങയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ സെഷൻ നിയമമന്ത്രി എന്നുള്ള നിലയിൽ, വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമ്മുടെ ഈ സദസ്സിൽ ഒരു എതിരഭിപ്രായമില്ല എന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നിയമം പുതിയത് നമ്മുടെ നിയമസഭ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ആ നിയമസാക്ഷരത, ഇപ്പോൾ മന്ത്രി പുതിയ 2-3 നിയമങ്ങൾ ഇവിടെ പറഞ്ഞു, സേവനാവകാശ നിയമം പോലെയുള്ള നിയമങ്ങൾ പറഞ്ഞെങ്കിലും എത്ര ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അതിന് ഗവൺമെൻറ് തലത്തിൽ തന്നെ നമ്മൾ ധാരാളം PR വർക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ, ഓൺട്രപ്രണേഴ്സിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ
കാലഹരണപ്പെട്ട ചില നിയമങ്ങൾ, പ്രത്യേകിച്ച് 1964 ലാൻഡ് റിഫോംസ് ആക്ട്, അത് അന്ത് സാഹചര്യത്തിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു പുതിയ ഒരു സാധ്യതകൾ പഠിച്ചുകൊണ്ട് ധാരാളം ഭൂമികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ചും നൽകുന്നതിന് വേണ്ടിയുള്ള ചില ഭേദഗതികൾ ഉണ്ടാക്കണമെന്ന ഒരു നിർദ്ദേശവും കൂടിയാണ് നമുക്ക് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയുടെ മുമ്പിൽ വെക്കാനുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നു. ഈ പരിപാടിയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സാർ.